നമസ്കാരം. ഞാൻ ഡോക്ടർ ലക്ഷ്മി എസ് മേനോൻ. മ്യൂസിക് ട്യൂട്ടോറിയലിൻ്റെ 48ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മോഹനം വർണ്ണം ആദ്യത്തെ 2 വരി പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. അടുത്ത വരിയിലേക്ക് കടക്കാം. ഗ ഗ പ ഗ ഗ പ പ ധ ധ പ പ. ഒന്നോട് പാടാം. ഗ ഗ പ ഗ ഗ പ പ ധ ധ പ പ. ധ ധ പ എന്ന് വേണമെങ്കിൽ നിർത്താം. അത് ഓരോ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഉള്ള പാഠാന്തരം ഉണ്ടാകും. അത് തെറ്റല്ല. ഗ ഗ പ ഗ ഗ പ പ ധ ധ പ ധ സ ധ പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി. ഗ ഗ പ ഗ ഗ പ പ ധ ധ പ പ ധ സ ധ ധ സ ധ പ ഗ ധ പ പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി. പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി. ഗ ഗ പ ഗ ഗ പ പ ധ ധ പ പ ധ സ ധ പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി. താളമിട്ട് പാടാം. ഗ ഗ പ ഗ ഗ പ പ ധ ധ പ പ ധ സ ധ പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി. ഗ ഗ പ ഗ ഗ പ പ ധ ധ പ പ ധ സ ധ പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി. അടുത്ത വരി. ഗ ഗ പ പ ധ പ ധ സ ഗ ഗ പ പ ധ പ ധ സ ധ സ രി സ ഗ രി സ. ഒന്നുകൂടി പാടാം. ഗ ഗ പ പ ധ പ ധ സ ധ സ രി സ ഗ രി സ ധ സ രി സ ധ പ ധ ധ സ രി സ ധ പ ധ സ ധ പ ഗ രി സ രി. ഗ ഗ പ പ ധ പ ധ സ ധ സ രി സ ഗ രി സ ധ സ രി സ ധ പ ധ സ ധ പ ഗ രി സ രി. ആ വരി താളമിട്ട് പാടാം. ഗ ഗ പ പ ധ പ ധ സ ധ സ രി സ ഗ രി സ ധ സ രി സ ധ പ ധ സ ധ പ ഗ രി സ രി. ഇതുവരെയുള്ള ഭാഗം 1, 2, 3, 4 വരികൾ ചേർത്ത് പാടാം. ഇപ്പം നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങിയ ഭാഗം അനുപല്ലവിയാണ്. പല്ലവിയും അനുപല്ലവിയും ചേർത്ത് നമുക്കൊന്ന് പാടി നോക്കാം. 2 പ്രാവശ്യം വീതം ഓരോ വരിയും പാടേണ്ടതാണ്. ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ധ സ രി ഗ പ ഗ രി സ രി ഗ ഗ രി സ സ രി രി ഗ ഗ രി രി സ രി ഗ രി സ രി സ ധ സ രി ഗ പ ഗ രി സ രി ഗ പ ഗ ഗ രി സ രി ഗ രി രി സ ധ സ രി ഗ രി ഗ പ ധ പ ധ സ ധ പ ഗ ധ പ ഗ രി ഗ ഗ പ ഗ ഗ പ പ ധ ധ പ പ ധ സ ധ പ ഗ ധ പ ധ ഗ ധ പ ഗ രി സ രി ഗ ഗ പ
ग ग प प ध ध प प ध स ध प ग ध प ध ग ध प ग रि स रि ग ग प प ध प ध स रि स ग रि स ध स रि स ध प ध सा ध प ग रि स रि ग ग प प ध प ध स रि स ग रि स ध स रि स ध प ध सा ध प ग रि स रि. ഇത്രയും ഭാഗമേ ഇന്ന് പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ 1, 2, 3, 4 വരികൾ, അതായത് പല്ലവിയും അനുപല്ലവിയും, ഇത്രയും ഭാഗമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത്രയും ഭാഗം ഭംഗിയായി പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ അധികം വൈകാതെ തന്നെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. നന്ദി.